ഈയൊരമ്മ കാണാൻ ഒരേപോലെയുള്ള രണ്ട് ലഞ്ച് ബോക്സുകൾ അവളുടെ രണ്ട് മക്കൾക്ക് കൊടുത്തു. കൂട്ടത്തിലെ ഇളയ മകന് ഒരു സംശയം വന്ന് അവൻ ചേട്ടന്റെ ലഞ്ച് ബോക്സ് എടുത്ത് തുറന്നു നോക്കിയാൽ അതിൽ ചോറിന്റെ അടിയിലായി അമ്മ കുറച്ച് സോസേജ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ദേഷ്യം വന്നവൻ എന്റെ ചോറിൽ എന്താ സോസേജ് വെക്കാത്തതെന്ന് ചോദിച്ചെങ്കിലും അവൾ ഒന്നും പറയാത്തത് കാരണം ചേട്ടനും അനിയനും ഇടയിൽ ഒരു ചെറിയ അകലം വരാൻ ആരംഭിച്ചു. പക്ഷേ അത് മനസ്സിലാക്കാൻ പറ്റാത്തവരുടെ അമ്മയാണെങ്കിൽ പിറ്റേ ദിവസം ആ പയ്യന്റെ ചേട്ടന് ഒരു പുതിയ ജാക്കറ്റ് വാങ്ങിക്കൊടുത്തു. ദേഷ്യം വന്ന അനിയൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയത് കണ്ട് അവന്റെ ചേട്ടൻ ആ പുതിയ ജാക്കറ്റ് അനിയന് കൊടുക്കാൻ നോക്കി. പക്ഷേ അവൻ ചേട്ടനെ മൈൻഡ് ചെയ്യാതെ ഓടിപ്പോയി. സ്കൂളിലേക്ക് പോകുമ്പോൾ ചേട്ടൻ അവന്റെ സൈക്കിളിൽ എപ്പോൾ കയറാൻ നോക്കിയാലും അവൻ ചേട്ടനോട് ഇറങ്ങാൻ പറഞ്ഞ് ചേട്ടനെ കൂട്ടാതെ ഒറ്റയ്ക്ക് സ്കൂളിലേക്ക് പോകും. അവർക്കിടയിലെ ആ ഒരു അകൽച്ച വളർന്നുകൊണ്ടിരിക്കെ എരുത്തിയിൽ എണ്ണ വീഴുന്നത് പോലെ സ്കൂളിലേക്ക് പുതുതായി വന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിയെ ചേട്ടനും അനിയനും ഒരുമിച്ച് ഇഷ്ടമായി. പക്ഷേ ഒരു ഇൻട്രോവേർട്ടായ ചേട്ടനാണെങ്കിൽ അവളോട് സ്നേഹം പറയാൻ പറ്റാതെ എന്നും അവളെ കാണാൻ ചെന്ന് അവന്റെ ഡ്രോയിങ് ബുക്കിൽ അവളുടെ ചിത്രം വരച്ച് മനോഹരമായ കവിതകൾ എഴുതി. മറുഭാഗത്ത് അവന്റെ അനിയനാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ എന്തും ചെയ്യാൻ ആരംഭിച്ചു. അപ്രതീക്ഷിതമായ ഒരു ദിവസം അവൻ അവന്റെ ചേട്ടന്റെ ഡ്രോയിങ് ബുക്ക് തുറന്നു നോക്കി. അതിനകത്ത് അവന്റെ ചേട്ടൻ വരച്ച ആ പെൺകുട്ടിയുടെ ചിത്രങ്ങളും അവൻ എഴുതിയ കവിതകളും കണ്ടപ്പോഴാണ് അവന്റെ ചേട്ടനും ആ പെൺകുട്ടി ഇഷ്ടമാണെന്ന് അവന് മനസ്സിലായത്. പക്ഷേ അമ്മ ചേട്ടന് കൂടുതൽ സ്നേഹം കൊടുക്കുന്നുണ്ടെന്ന ദേഷ്യത്തിൽ അവൻ ചേട്ടൻ എഴുതിയ ഒരു കവിത അവൻ അറിയാതെ എടുത്തുകൊണ്ട് വന്ന് ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് ആ കവിത ചൊല്ലി. അതിൽ മയങ്ങിപ്പോയ പെൺകുട്ടി ആ പയ്യനുമായി സ്നേഹത്തിലായി. ദൂരെ നിന്നും തനിക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയുടെ കൂടെ തന്റെ അനിയൻ സമയം ചെലവഴിക്കുന്നത് സങ്കടത്തോടെ നോക്കി നിന്ന ചേട്ടൻ വീട്ടിലേക്ക് ചെന്ന് അവന്റെ ഡ്രോയിങ് ബുക്ക് നോക്കി. അതിലെ ഒരു പേജ് കാണാത്തത് കാരണം കാര്യം മനസ്സിലാക്കിയ ചേട്ടൻ ദേഷ്യത്തോടെ ആ ബുക്ക് മുഴുവൻ കീറിക്കളഞ്ഞു. പക്ഷേ അവൻ അനിയനോട് അതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല. ഒരു ദിവസം അവന്റെ അനിയനും അമ്മയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഒരുപാട് രാത്രിയായിട്ടും അവന്റെ ചേട്ടനെ കാണാനില്ല. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി ആ ശക്തമായ മഴയത്ത് അവൻ ചേട്ടനെ കൂട്ടാൻ ചെന്നു. പക്ഷേ ആരോ മഴയത്ത് നിലത്ത് വീണ് കിടക്കുന്നത് കണ്ട് അവൻ അടുത്തേക്ക് ചെന്ന് നോക്കിയാൽ അത് അവന്റെ ചേട്ടനാണ്. അവൻ എത്ര തവണ ചേട്ടനെ എഴുന്നേൽപ്പിക്കാൻ നോക്കിയെങ്കിലും അവന്റെ ചേട്ടൻ എഴുന്നേൽക്കുന്നില്ല. അപ്പോഴാണ് അവനൊരു സത്യം മനസ്സിലായത്. കാരണം അവന്റെ ചേട്ടനെ ഭേദമാക്കാൻ സാധിക്കാത്ത ഒരു മാരകമായ രോഗമുണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിലും അവൻ അവരെ വിട്ടുപോകുമെന്ന് മനസ്സിലാക്കിയാണ് അവന്റെ ചേട്ടന് അമ്മ കൂടുതൽ സ്നേഹം കൊടുത്തത്.